പ്രിയമുള്ളവരെ, നമ്മൾ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ യൂത്ത് സഹോദരങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഈ വചനങ്ങളെ നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ലേഖനങ്ങളിലെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എല്ലാ ലേഖനങ്ങളും എഴുതിയിരിക്കുന്ന പശ്ചാത്തലം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും നമുക്കതിൻ്റെ ആശയം നമുക്ക് വ്യക്തമാകത്തില്ല. നമ്മളിപ്പോൾ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ വാട്സാപ്പിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ വാട്സാപ്പിലൊക്കെ പലപ്പോഴും ചാറ്റിങ്ങുകൾ കൂടുതലുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്കത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവില്ല. കാരണം ഭയങ്കര ഷോർട്ടായിട്ടാണ്. ഇപ്പം എല്ലാ കാര്യത്തിനും ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണ്. അത് ടൈപ്പ് ചെയ്യാൻ പോലും മടിയുള്ളവരാണ്. അപ്പോൾ കൂടുതൽ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. എല്ലാ വാക്കുകളും ഇപ്പം ഹാപ്പി എന്ന് കാണിക്കാൻ ചിലപ്പോൾ എച്ച് മാത്രമേ ഇടുള്ളൂ, ബർത്ത്ഡേ എന്ന് കാണിക്കാൻ ബി മാത്രമേ ഇടുള്ളൂ. ഇങ്ങനെ വളരെ ഷോർട്ടായിട്ട് ടൈപ്പ് ചെയ്തു പോകുന്നവരാണ്. അത് കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ഒരു വ്യക്തി പറഞ്ഞ കാര്യം മാത്രം ഒന്നെടുത്ത് വായിച്ചു നോക്കുക. അതായത് രണ്ടുപേർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതിൽ ഒരാൾ പറഞ്ഞ കാര്യം മാത്രം നമ്മളൊന്ന് വായിച്ചാൽ നമുക്കത് എത്ര പേർക്ക് മനസ്സിലാവും? എത്ര പേർക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ സാധിക്കും? ഒരു പലപ്പോഴും എനിക്ക് തോന്നുന്നില്ല അത് മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചോദ്യം എന്താണ് എന്ന് മനസ്സിലായാലേ അതിൻ്റെ ഉത്തരത്തെക്കുറിച്ചും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം കിട്ടത്തുള്ളൂ. പലപ്പോഴും ലേഖനങ്ങൾ എഴുതിയ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ലേഖനങ്ങളുടെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ സാഹചര്യങ്ങൾ എന്തായിരുന്നോ, ആ സഭയിലുണ്ടായിരുന്ന പ്രതിസന്ധി, പ്രശ്നം, അവരെഴുതി ചോദിച്ച കാര്യങ്ങൾ, അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രതിസന്ധി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലപ്പോഴും അപ്പസ്തോലന്മാർ തിരിച്ച് മറുപടിയായി അങ്ങോട്ട് എഴുതി കൊടുത്തതും ലേഖനങ്ങളിലൂടെ സംസാരിച്ചതും. അപ്പോൾ ആ പശ്ചാത്തലം മനസ്സിലാക്കാതെ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഈ പശ്ചാത്തലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ ആഴങ്ങളും അർത്ഥങ്ങളും നമുക്ക് മനസ്സിലാകുക. അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ പറഞ്ഞ ചില വചനങ്ങൾ മാത്രമെടുത്ത് അപ്പസ്തോലൻ്റെ ഹൃദയം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വേദിയിൽ നമ്മൾ നടക്കാൻ, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക. കാരണം 2000 വർഷം മുൻപ് അപ്പസ്തോലൻ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്, ദൈവാത്മാവിലാണ്. വളരെ വ്യക്തമായി പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മ നിവേശിതമായിട്ടാണ് ഈ വചനങ്ങൾ എഴുതിയത്. ഇത് പരിശുദ്ധാത്മാവിനെ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ, പരിശുദ്ധാത്മാവിലൂടെ ഇത് മനസ്സിലാക്കുകയും ഇത് ആഴത്തിൽ നമ്മൾ പഠിക്കുകയും ചെയ്യേണ്ടത്, ധ്യാനിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് വായിക്കാൻ പോകുന്ന വചനം ഫിലിപ്പി ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ഈ വചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അപ്പസ്തോലൻ എന്താണ് ഇത് എഴുതി നമുക്ക് തന്നപ്പോൾ അപ്പസ്തോലൻ്റെ ഹൃദയത്തിൽ എന്തായിരുന്നു അന്നത്തെ സാഹചര്യം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് പോവുകയാണ്. ഫിലിപ്പി ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 21 മുതൽ വാക്യങ്ങൾ നമ്മളൊരു 3 വാക്യം 21, 22, 23 3 വാക്യം ഒന്ന് വായിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് പോവുകയാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യുവാൻ സാധിക്കും. എങ്കിലും ഏതാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എന്റെ ആഗ്രഹം മരിച്ച ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. 3 കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിലൂടെ പറഞ്ഞത്. ഒന്ന്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അതിന് മുകളിലുള്ള വാക്യങ്ങൾ വായിച്ചത് നമുക്കറിയാം. തൻ്റെ ജീവിതത്തിൽ അത് മരണത്തിലായാലും ജീവിതത്തിലായാലും എന്ത് തന്നെയാണെങ്കിലും ക്രിസ്തു മഹത്വപ്പെടുക, മറ്റൊന്നിലേക്കും മഹത്വം പോകാതെ, തന്നിലേക്ക് പോലും മഹത്വം വരാതെ, അതായത് പൗലോസ് എന്ന അപ്പസ്തോലനായ ആ വ്യക്തിയിലേക്ക് പോലും ഒരല്പം പോലും മഹത്വം വരാതെ എൻ്റെ ജീവിതം, എൻ്റെ പരസ്യ ജീവിതം, എൻ്റെ സുവിശേഷ വേല എല്ലാം ക്രിസ്തുവിൻ്റെ മഹത്വത്തിനായി, അതായത് ഞാൻ ജീവിച്ചാലും ഞാൻ മരിച്ചാലും ഞാൻ പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവമഹത്വത്തിനായി മാത്രം ഉതകട്ടെ, അത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് ആദ്യത്തെ വചനത്തിൽ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി അപ്പസ്തോലൻ ഈ വാക്യത്തിൽ, അതായത് പലപ്പോഴും പൗലോസ് അപ്പസ്തോലിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പസ്തോലിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും വായിക്കുമ്പോൾ അവിടെ വ്യക്തമാകുന്നൊരു കാര്യം, ഇത് അപ്പസ്തോലൻ്റെ പ്രതിജ്ഞാവാചകമാണ്. പ്രാർത്ഥനയിൽ, പ്രഘോഷണത്തിൽ പലപ്പോഴും ഉപയോഗിച്ചിരുന്ന തൻ്റെ ഒരു ദൈവത്തോടുള്ള പ്രതിജ്ഞയാണ്. അതായത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ആദിമസഭയിൽ
അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ, നമ്മൾ പൗലോസിൻ്റെയും പത്രോസിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ, അതായത് 1-ാം നൂറ്റാണ്ടിന് ആദ്യത്തെ ആ സമയത്ത് തന്നെ യേശുവിൻ്റെ കാൽവരി ക്രൂശിന് ശേഷം, ഉദ്ധാനത്തിന് ശേഷം, അന്ന് അടുത്തു വന്ന കാര്യത്തിൽ നമുക്കറിയാം, ആദ്യം യാക്കോബ് കൊല്ലപ്പെടുന്നു, സ്തെഫാനോസ് കൊല്ലപ്പെടുന്നു. ഇതിലൊക്കെ മറ്റുള്ളവർ സന്തോഷിക്കുകയും യഹൂദരെ അത് സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്ന് വചനത്തിൽ അപ്പസ്തോല പ്രവൃത്തിയിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുക. അപ്പോൾ ഒരുവൻ ക്രിസ്ത്യാനിയാണെന്നും ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്നും പരസ്യമായി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു മരണത്തിൻ്റെ നിഴലുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ ഇന്നിപ്പോൾ ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ക്രിസ്ത്യാനിയായിട്ടോ അവിശ്വാസിയായിട്ടോ വിശ്വാസിയായിട്ടോ ഏത് രീതിയിലും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ നമ്മൾ ഇന്നായിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തായിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും ആ വിശ്വാസമുള്ളത് പ്രചരിപ്പിക്കാനും അതിനെക്കുറിച്ച് പരസ്യമായി പറയാനും അധികാരവും അവകാശവും ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനുള്ള എല്ലാ അവകാശവും തരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് പ്രചരിപ്പിക്കാൻ ദൈവം എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? എനിക്ക് ഈ രാജ്യത്ത്, നമ്മൾ ഇന്നായിരിക്കുന്ന ഈ രാജ്യത്ത് പോലും അധികാരവും അവകാശവുമുണ്ട്. അതിലൊക്കെ ചില വിരോധാഭാസങ്ങളൊക്കെ ഈ ഇടയ്ക്കുണ്ട്. വളരെ കൗതുകരമായിട്ടൊരു കാര്യം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് നടന്നുകൊണ്ടിരുന്ന കാര്യം, വിഗ്രഹാരാധകർക്ക് ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞ് ഏതോ ഒരു പെന്തക്കോസ്ത് ഒരു വിശ്വാസി തൻ്റെ വീടിൻ്റെ ചുമരിൽ അല്ലെങ്കിൽ പുറത്ത് മതിലിൻ്റെ ചുമരിൽ എഴുതി വെച്ചത് നിർബന്ധപൂർവം അതിനെ മായിപ്പിക്കുന്ന, അങ്ങനെ പറയാൻ പാടില്ല, വിഗ്രഹാരാധകർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് എഴുതാൻ പാടില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനെ നിർബന്ധപൂർവം കേസ് കൊടുത്ത് പോലീസ് വന്ന് മായ്ച്ചു കളഞ്ഞ സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് വലിയ വിവാദമായി. പക്ഷേ അതിനകത്തുള്ളൊരു കൗതുകം, ഞാൻ അതിനകത്ത് നമ്മുടെ ഒരു സഹോദരൻ്റെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചത്, അതായത് സോഷ്യൽ മീഡിയയിൽ ഈ ലിങ്കിൻ്റെ താഴെ നമ്മുടെ ഒരു സഹോദരൻ്റെ, ഒരു ആത്മീയ സഹോദരൻ്റെ കമൻറ്റ് ഇങ്ങനെ വായിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കമൻറ്റ്. അത് മറ്റൊന്നുമല്ല, ഇത്രയും കാലം ആ വീടിൻ്റെ ഉമ്മറത്തുകൂടെ പോയിരുന്ന ആരെങ്കിലും വായിച്ചാലായി. കാരണം അത് വലിയൊരു വാക്യമാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വിഗ്രഹാരാധകൻ എന്ന് മാത്രമല്ല, ഒരുപാട് വിഷയം. ആ ഒരു വാക്യം, കൊരിന്ത്യർ ലേഖനത്തിലെ ആ വാക്യം മുഴുവൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്നവൻ അത് മുഴുവൻ വായിക്കുക പ്രായോഗികമായിട്ട് പറ്റത്തില്ല. ഒരു പക്ഷേ കണ്ണുമെക്കുന്ന വേഗത്തിൽ ഒന്ന് വായിച്ചു പോകാം. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല, നടന്നു പോകുന്നവർ ചിലപ്പോൾ വായിക്കും. അത് തന്നെ വായിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? വചനം വായിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ വചനം കണ്ട വായിക്കാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ചിലപ്പോൾ കുറച്ച് പേരൊക്കെ വായിച്ചിട്ടുണ്ടാകാം. അങ്ങനെ മാത്രം വായിച്ചിരുന്ന ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വചനം, ആ വചനത്തെ ഇന്ന് കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ അത് ഹൈന്ദവ, ക്രിസ്ത്യാനി, മുസ്ലിം ഒന്നും ഒരു ഭേദമില്ലാതെ, വിശ്വാസ ഭേദമില്ലാതെ സകല മലയാളികളുടെ അടുത്തും ലോകം മുഴുവനും എത്തിക്കാൻ കാരണമായി ഈ വിഗ്രഹം എന്ന് പറഞ്ഞ, വിഗ്രഹാരാധന എന്ന് പറഞ്ഞ വാക്ക് നിർബന്ധപൂർവം മായ്ച്ചു കളഞ്ഞപ്പോൾ, അതായത് 10-100 പേര് അല്ലെങ്കിൽ 1000 പേര് മാത്രം വായിച്ചിരുന്ന, മനസ്സിലാക്കിയിരുന്നൊരു സത്യം ലോകത്തെ കോടിക്കണക്കിന് മലയാളികൾ വായിക്കാൻ അത് ഇടയാക്കി എന്നുള്ളതാണ് ഈ ഒരു പ്രവൃത്തി കൊണ്ട് സംഭവിച്ചത്. ഇത് തന്നെയല്ലേ കാൽവരിയിൽ ക്രൂശിൽ നടന്നത്. പിശാച് വിചാരിച്ചു ഇതോടുകൂടി എല്ലാം അവസാനിക്കും. പക്ഷേ ലോകം നോക്കുമ്പോൾ പരാജയം, ലോകം നോക്കുമ്പോൾ പിശാചിന്റെ വിജയം. പക്ഷേ കാൽവരിയിൽ ക്രൂശിൽ യേശു സകലത്തിൻ്റെ മേൽ വിജയം പ്രഖ്യാപിച്ചു. ആ വിജയത്തെക്കുറിച്ച് അപ്പസ്തോലനായ പൗലോസ് ഇങ്ങനെ പറയുകയാ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഞാൻ ക്രിസ്ത്യാനിയായി, ഞാൻ യേശുവിനെ കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ യേശു എൻ്റെ രക്ഷകനാണ്, നാഥനാണ്, എൻ്റെ വിമോചകനാണ് എന്ന് ഞാൻ പറയുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുകയാ, നിങ്ങൾ കാൽവരിയിൽ ക്രൂശിച്ച ക്രിസ്തു എനിക്ക് ജീവിതമാ, എൻ്റെ ജീവിതത്തിൽ അവനാണുള്ളത്, അവൻ എനിക്ക് നേട്ടമാ. മരണത്തിലൂടെയാണെങ്കിലും ജീവിതത്തിലൂടെയാണെങ്കിലും അവൻ മഹത്വപ്പെടണം, അവൻ്റെ നാമം മഹത്വപ്പെടണമെന്ന് ഇതാ പൗലോസ് അവിടെ പ്രഖ്യാപിക്കുന്നത്. അതായത് യാക്കോബിനെ നിങ്ങൾ കൊന്നു, സ്തെഫാനോസിനെ നിങ്ങൾ കല്ലെറിഞ്ഞു, ക്രിസ്ത്യാനി എന്ന് പറയപ്പെടുന്നവരെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കുക, ജീവിതത്തിലും മരണത്തിലും എൻ്റെ ക്രിസ്തു മഹത്വപ്പെടണം. നമുക്ക് എത്ര പേർക്ക് ഇത് പറയാൻ സാധിക്കും? നമ്മൾ വായിക്കുമ്പോൾ ചുമ്മാ വായിച്ചു പോകും ലേഖനത്തിൽ, അല്ലേ? പലപ്പോഴും ഈ പള്ളികളിലൊക്കെ അല്ലെങ്കിൽ പല സ്ഥലത്തും ഈ വാക്യം വായിക്കുമ്പം വളരെ ലാഘവത്തോടെ, ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാതെ, എന്താണ് ഈ ഒരു വചനത്തിൻ്റെ ശക്തി എന്ന് മനസ്സിലാക്കാതെ, അതിൻ്റെ ബോധ്യമെന്ന് തിരിച്ചറിയാതെ, ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും എന്ന് വായിച്ചു പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല
അപ്പസ്തോലനായ പൗലോസ് ഇവിടെ പറയുന്നത് തനിക്ക് വരാനിരിക്കുന്ന മരണത്തെ പോലും യാതൊരു വിധത്തിലും ഭയമില്ലാതെ ആ മരണത്തിലൂടെയും ക്രിസ്തു മഹത്വപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ജീവിക്കുന്ന ഓരോ ശ്വാസത്തിലും ഓരോ സെക്കൻഡിലും എൻ്റെ യേശുവിനെ ഞാൻ മഹത്വപ്പെടുത്തും. അപ്പസ്തോലൻ പറയുക, ശരീരത്തിൽ ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കും. സുവിശേഷ പ്രഘോഷണം നടക്കും, ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കും. ഞാൻ ജയിലിലായിരുന്നാലും എവിടെയായിരുന്നാലും ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കും. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഞാൻ ഞെരുങ്ങുക. ഏത് തിരഞ്ഞെടുക്കണം? ഏതാണ് നല്ലത്? ജീവിച്ചിരിക്കണോ, സുവിശേഷം പ്രഘോഷിക്കണോ, മരിക്കണോ? എന്നിട്ട് പറയുകയാണ്, മരിച്ച് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നതാണ് നല്ലത്, അതാണ് കൂടുതൽ ശ്രേഷ്ഠം. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അപ്പസ്തോലിക പാരമ്പര്യം നമ്മുടെ മുൻപിൽ വെക്കുന്ന കാര്യം ഇതാണ്: ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിൽ തന്നെയാണ്, സംസാരിക്കുന്നത് ക്രിസ്തുവിലാണ്, പ്രഘോഷിക്കുന്നത് ക്രിസ്തുവിലാണ്, എൻ്റെ ഉള്ളിൽ ക്രിസ്തുവാണ്, സകലതും ക്രിസ്തുവാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രേഷ്ഠം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ശാരീരികമായി ഞാൻ കുറച്ച് അകന്നിരിക്കുന്നത്, ആത്മീയമായി ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ക്രിസ്തുവാണ്, മഹത്വപ്പെടുന്നതും പ്രവർത്തിക്കുന്ന എല്ലാം ക്രിസ്തുവാണ്. അത് മാത്രമല്ല, ശ്രേഷ്ഠമായി ഞാൻ കരുതുന്നത് എൻ്റെ മരണത്തിൽ ഞാൻ വെറുതെ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങാമെന്നോ, പിന്നീട് കാഹളം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാമെന്നോ, അപ്പോൾ വന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താമെന്നൊന്നുമല്ല ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം. അവൻ്റെ വിശ്വാസം എന്താണ്? അവൻ്റെ ശ്രേഷ്ഠമായ വിശ്വാസം മരണം അവൻ്റെ പുനരുദ്ധാനമാണ്, അവൻ്റെ പുതുജീവനാണ്. ഈ ഭൂമിയിൽ നിന്നും അവൻ എപ്പോൾ വേർപെടുന്നോ അപ്പോൾ ക്രിസ്തുവിൻ്റെ സവിധത്തിൽ ഞാൻ ചെല്ലുമെന്ന വിശ്വാസമാണ്. അതായത് ഇവിടുത്തെ ഒരു ആബ്സെൻസ് അതിൻ്റെ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനോട് കൂടെയുള്ള പ്രസൻസ് ആണെന്നാണ് ആര് വിശ്വസിച്ചിരുന്നത്? പൗലോസ് അപ്പോസ്തലൻ വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോ ശരീരത്തിൽ ആബ്സെന്റ് ആകുന്നോ അപ്പോൾ ആത്മാവിൽ ക്രിസ്തുവിനോട് കൂടെ പൂർണ്ണമായി ഞാൻ പ്രസന്റ് ആകുന്നു എന്നുള്ളതാണ് അപ്പോസ്തലന്റെ വിശ്വാസം. അതാണ് അപ്പോസ്തലൻ ഇവിടെ വായിക്കുന്നത്. രണ്ടിൻ്റെയും ഇടയിൽ ഞാൻ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എങ്കിലും കൂടുതൽ ശ്രേഷ്ഠം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്, കുറേ ആളുകൾ ജീവിക്കുന്നത് മരണശേഷം മരിച്ച് യേശുവിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ മാത്രം ഉയർത്തെഴുന്നേൽക്കുക, അതുവരെ പോയി സുഖനിദ്ര, കുറച്ച് നേരം വിശ്രമിക്കണം, ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്നവരാ കുറച്ച് ആളുകൾ. ഇനി വേറെ കുറച്ച് ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ ജീവിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് മക്കൾ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇനി അവരെ കൊണ്ട് കുറച്ച് കുർബാനയൊക്കെ ചെല്ലിച്ച് കുറച്ച് ഒപ്പീസൊക്കെ ചെല്ലിച്ച് പ്രാർത്ഥിപ്പിച്ച് എങ്ങനെയെങ്കിലും ദൈവരാജ്യം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. കേരളത്തിലാണെങ്കിൽ പിന്നെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും കയറ്റി വിടുന്ന കുറേ ശുശ്രൂഷകളുള്ളതുകൊണ്ട്, ശുശ്രൂഷകരും അല്ലെങ്കിൽ പല ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരുടെയൊക്കെ ഒരു പ്രത്യാശ അതാണ്, ശുദ്ധീകരണ സ്ഥലം ആയാലും കുഴപ്പമില്ല, അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് മുകളിൽ ചെല്ലാലോ എന്നുള്ള പ്രത്യാശയാണ്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാരുടെ പ്രത്യാശ അങ്ങനെയല്ല. ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാ. ഞാൻ എപ്പോ ഇവിടെ ആബ്സെന്റ് ആകുന്നോ അപ്പോൾ ഞാൻ ക്രിസ്തുവിൽ പ്രസന്റ് ആകും. ഇതാണ് അപ്പസ്തോലിക വിശ്വാസം, ക്രിസ്തുവിൽ വചനത്തിലുള്ള അവരുടെ വിശ്വാസം. കൊളോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 27 മുതൽ നമ്മളൊന്ന് വായിക്കുക. കൊളോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 27 മുതൽ വാക്യങ്ങൾ അപ്പസ്തോലനായ പൗലോസ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് നമുക്കൊരു കാര്യം ഒന്ന് ചിന്തിക്കാം. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. അവിടെ അപ്പസ്തോലൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുക. അതായത് നേരത്തെ നമ്മൾ വായിച്ചപ്പോൾ ജീവിതം ക്രിസ്തു, മരണം നേട്ടം. അപ്പം ജീവിതം ക്രിസ്തു എന്ന് പറഞ്ഞ വാക്കിന് അപ്പസ്തോലൻ എന്ത് പ്രാധാന്യമാണ് കൊടുത്തത്? എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ പ്രബോധനങ്ങളിൽ, സുവിശേഷങ്ങളിൽ, പ്രസംഗങ്ങളിലൊക്കെ എന്താണ് അപ്പസ്തോലൻ അവിടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അപ്പസ്തോലൻ തന്നെ ലേഖനങ്ങളിലെ പല വാക്യങ്ങൾ പരിശോധിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ കൊളോസ്യ ലേഖനത്തിൽ 1:27 നമ്മൾ വായിക്കുക, ഒരു രഹസ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പൗലോസ് പറയുക. എന്നിട്ട് പറയുകയാണ്, ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. എല്ലാവർക്കും ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു. ഇതൊരു രഹസ്യമാണ്, എല്ലാവർക്കും അറിയില്ല. എന്നാൽ ഈ രഹസ്യം എന്താണ് എന്നുകൂടെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്. അവിടുന്ന് തീരുമാനിക്കുക മാത്രമല്ല, ഈ രഹസ്യമാകട്ടെ
മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. എന്താണ് ആ രഹസ്യം? എന്താണ്? ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നാണ്. ആ പ്രത്യാശ എന്താണ്? രഹസ്യം എന്താണ്? ക്രിസ്തു നിങ്ങളിലുണ്ട്. ആരിലുണ്ടെന്നാണ് പറയുന്നത്? ആരോടാ ഇത് പറയുന്നത്? ഇത് കൊളോസിയിലെ വിശ്വാസികളോടാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസികളും വിശുദ്ധരുമായിട്ടുള്ള കൊളോസിയിലെ ആ സ്ഥലത്തെ, അതായത് ഇന്നത്തെ തുർക്കിയിലെ കൊളോസി എന്ന് പറയുന്ന സ്ഥലത്തെ വിശ്വാസികളോട് പറയുകയാണ്, ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് രഹസ്യം. എവിടെയുണ്ടെന്ന? ക്രിസ്തു നിങ്ങളിലുണ്ട്. അതായത് വേറെ എവിടെയെങ്കിലും പോയി നോക്കാമെന്നല്ല, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ എന്നല്ല, അത് ഫോട്ടോയിലുണ്ടെന്നല്ല, മറ്റുള്ളവരുടെ മുമ്പിലുണ്ടെന്നല്ല, ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൂടി വായിച്ചോ ബ്രദറെ ആ വചനം, ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത്. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ദൈവം തന്നെയായ മഹത്വത്തിന്റെ ദൈവമായ സർവശക്തനായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളിലുണ്ട് എന്ന് തന്നെയാണ് ഈ രഹസ്യം. ഇനി അടുത്ത വാക്യങ്ങളും വായിച്ചോ, അപ്പൊ കുറച്ചുകൂടി വ്യക്തമാവും. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കുവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും ക്രിസ്തുവിൽ വിജ്ഞാനികളും അറിവുമുള്ളവരായിരിക്കണം. ദൈവവചനത്തെക്കുറിച്ചും യേശുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും യേശുവിന്റെ ദൈവത്വത്തെക്കുറിച്ചും അവന്റെ പൂർണ്ണതയെക്കുറിച്ചും അറിവും വിജ്ഞാനവുമുള്ള ഒരു പൂർണ്ണത, അതായത് ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാകണം. യേശു ക്രിസ്തുവിൽ ഒരു വിശ്വാസി പക്വത പ്രാപിച്ചവരാകണം. ഇത് വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്. യേശുവിനെ കുറിച്ച് ചോദിച്ചാൽ യേശു ആരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ യേശു ദൈവമാണ്. ഓക്കെ, ദൈവമാണ്. എവിടെയെങ്കിലും ഒരു കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥലത്തോ മറ്റൊരാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഓക്കെ യേശു ദൈവമാണ് എന്ന് പറയുന്നു, എന്നാൽ അത് യേശു തന്നെ കരയുന്നത് വചനത്തിൽ കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ ബൈബിളിലുണ്ടല്ലോ യേശു കരയുന്നത്. അല്ലെങ്കിൽ യേശു തന്നെ സമക്താനി, എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ യേശു എങ്ങനെ ദൈവമാകും എന്നൊരു ചോദ്യം ചോദിച്ചാൽ, അല്ല അത് ഞങ്ങളോട് ചോദിക്കണ്ട, അത് അച്ഛന്മാരോട് ചോദിക്കി, അല്ലെങ്കിൽ അത് വേറെ ആരോടും ചോദിക്കി, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്ന വിശ്വാസിയെ അല്ല വിശ്വാസി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവർ. യേശുവിനെ കുറിച്ച്, എൻ്റെ അപ്പനെ കുറിച്ച് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയാനുള്ള പക്വതയാർന്നവർ, പക്വത പ്രാപിച്ചവരായിരിക്കണം. ഇതാണ് ആരാഗ്രഹിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പക്വത പ്രാപിച്ചവരാകണം. അതിന് എല്ലാവർക്കും വേണ്ടിയുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയും അവരെ എല്ലാം പഠിപ്പിക്കുകയും സർവ്വവിജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നറിയിപ്പും ലക്ഷ്യവും പ്രാപിക്കുന്നതിന് വേണ്ടി അവരെ പ്രാപ്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വാക്യമാണ് വായിച്ചോ ബ്രദറെ. 29 വാക്യം വായിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. അതായത് ഇവിടെ ഒരു ലക്ഷ്യത്തെ കുറിച്ച് പറയുക. ക്രിസ്തുവിന്റെ പക്വതയുടെ പൂർണ്ണതയിലേക്ക് എത്തി അവനിൽ പൂർണ്ണമായി അലിഞ്ഞ് ചേരുന്ന ഒരു ലക്ഷ്യം, ഒരു പുനരുദ്ധാനം, യേശുവിൽ ജീവൻ പ്രാപിക്കുന്ന, യേശുവിനോട് കൂടെ ചേർന്നിരിക്കുന്ന കാര്യം. ഇതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ ലക്ഷ്യത്തിലേക്ക്, ഈ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആരധ്വാനിക്കുന്നു എന്ന് പറയുന്നത്. അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. ആരാ ഇവിടെ അധ്വാനിച്ചത്? ആരധ്വാനിച്ചേ? ആൻഡ് ബ്രദർ മൈക്കി കൂടെ പറ. ആരധ്വാനിച്ചേ? കൃപയാണ് അധ്വാനിച്ചത്. ആരാണ് അധ്വാനിച്ചത്? കൃപയാണ് അധ്വാനിച്ചത്. അതായത് പൗലോസ് തന്റെ അധ്വാനത്തെ 0 ആയിട്ട് വെക്കുക. ഞാനൊന്നും ചെയ്തില്ല. അതിനു മുമ്പ് തുടക്കം തുടങ്ങി പറയുക, ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അവൻ എന്നിൽ ശക്തിയായി ഉണർത്തിക്കൊണ്ട് കഠിനമായി ഞാൻ അധ്വാനിച്ചത് ഞാനാണ്. പക്ഷെ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തി ആരുടെയാ? യേശുവിൻ്റെയാ. അതിന് പൗലോസ് പറയുക, അധ്വാനിച്ചത് ഞാനല്ല, കൃപയാണ് എന്നിൽ അധ്വാനിച്ചത്. മറ്റൊരു വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്കിതിനകത്ത് മേന്മയൊന്നും പറയാനില്ല, എനിക്കിതിനകത്ത് വൻപ് പറയാനില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു, ഞാൻ എന്തെങ്കിലും ആണ്, ഒന്നും പറയാനില്ല.
എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും മതി, എനിക്ക് ക്രിസ്തുവിലായാൽ മതി. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, അതായത് യൂറോപ്പിലും അനേക രാജ്യങ്ങളിലും ക്രിസ്തുവിന് വേണ്ടി ഒന്നാം പ്രേക്ഷിത യാത്ര, രണ്ടാം പ്രേക്ഷിത യാത്ര, മൂന്നാം പ്രേക്ഷിത യാത്ര, പോയ വഴി മുഴുവൻ അടി ഇടി, ആവശ്യത്തിലധികം കഷ്ടതകള്, ദുരിതങ്ങള്, എല്ലാ പീഡനങ്ങളും അനുഭവിച്ചിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഞാനൊന്നും ചെയ്തില്ലെന്നേ, ഞാനൊന്നും ചെയ്തില്ലെന്ന്. ബാക്കിയുള്ളവൻ വല്ലയിടത്തും തളർന്നിരിക്കാന്ന് വിചാരിക്കുമ്പോൾ ഒരു ശക്തി വന്ന് എന്നെ വീണ്ടും ശക്തിപ്പെടുത്തും. എന്നിട്ട് എന്നോട് പറയും, പോടാ മക്കദോനിയയിലേക്ക് പോ, പോടാ കൊളോസിലേക്ക് പോ, നീ പോയി എഫേസുസിൽ പോയി സുവിശേഷം പ്രസംഗിക്ക്, നീ അവിടെ പോയി കർത്താവിനെ കുറിച്ച് പറ. ഇങ്ങനെ എന്നെ ഇരുത്താതെ എന്നെ ഓടിച്ചത് ആരാണ്? എന്നിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവാണ്, ഞാനല്ല. ആരാ പ്രവർത്തിച്ചത്? ക്രിസ്തുവാണ് എന്നിൽ പ്രവർത്തിച്ചത്. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു എളിമ അവിടെയാണ് പൗലോസ് അവിടെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഇതേ കാര്യത്തെ തന്നെ ഗലാത്യ ലേഖനം നമ്മളോട് പറയുന്നുണ്ട്. അതിന്റെ 2-ാം അധ്യായം ഗലാത്യ 2:20 അപ്പോസ്തലൻ ഇതേ വാക്യം തന്നെ, അല്ലെങ്കിൽ ഇതേ ആശയം തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. ഗലാത്യ 2:20 നമുക്കൊന്ന് വായിക്കാം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു റോമാലേഖനം 6-ാം അധ്യായത്തില് സ്നാനത്തെക്കുറിച്ച്, ജ്ഞാനസ്നാനത്തെക്കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അവനോടുകൂടെ അടക്കപ്പെട്ട് അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുന്നു. ഇതാണ് റോമാലേഖനം 6 നമ്മളോട് വെക്കുന്ന വളരെ വ്യക്തമായ സുവിശേഷത്തിന്റെ ബോധ്യം. ഞാൻ യേശുവിനോട് കൂടെ മരിച്ചു, ഞാൻ ക്രിസ്തുവിൽ ഉണർന്ന് ജീവിക്കുന്നു. ഞാൻ എൻ്റെ മകളുടെ മാമോദീസയ്ക്ക് ഞാൻ അവളെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം, കൊണ്ടുപോകുന്നതിന് മുൻപ്, അതായത് മാമോദീസയ്ക്ക് ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, കർത്താവേ, അവിടുന്ന് ദാനമായി നൽകിയ എൻ്റെ കുഞ്ഞിൻ്റെ മരണ ശുശ്രൂഷയ്ക്ക് ഞാൻ പോവുകയാണ്. അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ, അവിടുന്ന് എന്നെ ബലപ്പെടുത്തണമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞിൻ്റെ കൂടെ നടക്കണമേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുറ്റുമുള്ളവരൊക്കെ നോക്കുക, അതായത് ബന്ധുക്കാരും ഇവരൊക്കെ നോക്കുക, ചെക്കന് പ്രാന്തായോ, മാമോദീസയ്ക്കല്ലേ കൊണ്ടുപോകുന്നേ, ഇതിനടക്കാനാണോ കൊണ്ടുപോകുന്നേ? ഇത് ഞാൻ വീണ്ടും വചനം പറഞ്ഞു. റോമാലേഖനം 6-ാം അധ്യായം നമ്മളോട് കർത്താവിൻ്റെ വചനം പറയുന്നു, ക്രിസ്തുവിൽ മരിച്ച് അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടും എന്ന വാക്യം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആശ്വാസമായി, കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ സംസ്കാര ശുശ്രൂഷയ്ക്കല്ല കൊണ്ടുപോകുന്നത്, മാമോദീസയ്ക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള അവർക്ക് ബോധ്യമായി. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഞാൻ യേശുവിനോടുകൂടെ മരിച്ചു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പോസ്തലന്റെ വിശ്വാസം അതാ, ഞാനില്ല, ഞാൻ സീറോ, ഞാൻ തീർന്നു, ഞാൻ അവസാനിച്ചു. എപ്പോ? ദമാസ്കസിലേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളുമായി, അവകാശപത്രവുമായി കുതിരപ്പുറത്ത് പോകുമ്പോൾ എന്നെ അടിച്ചവൻ എന്നെ നേടി, എന്നെ സ്വന്തമാക്കി, എന്നെ വീണ്ടെടുത്തു, വിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. അന്ന് എന്നെ വീണ്ടെടുത്തവനിലൂടെ ഞാൻ മരണപ്പെട്ടു, ഞാൻ ഐക്യപ്പെട്ടു, ഞാൻ അവനോടുകൂടെ ആയി, ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഞാൻ അവനോടുകൂടെ മരിച്ചു. ഇനി സാവൂളില്ല, ഇനി പൗലോസേ ഉള്ളൂ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൗതുകരമായ ഒരു കാര്യം നമുക്ക് അവിടെ വായിക്കാൻ പറ്റും. സാവൂളിന് വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന സകല സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, പഴയ വ്യക്തിയെ കാണിക്കാൻ സാവൂൾ എന്നും പുതിയ വ്യക്തിയെ കാണിക്കാൻ ലൂക്ക വ്യക്തമായി പൗലോസ് എന്നുമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പലപ്പോഴും ഞാനത് വായിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പോയിട്ടുണ്ട്. അതായത് മാനസാന്തരത്തിന് മുൻപുള്ള വ്യക്തിയെ കാണിക്കാൻ സാവൂൾ എന്ന വാക്ക് ഉപയോഗിക്കുകയും മാനസാന്തരത്തിന് ശേഷമുള്ള ക്രിസ്തുവിലുള്ള വ്യക്തിയെ കാണിക്കാൻ പൗലോസ് എന്ന വാക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അതായത് പഴയ മനുഷ്യൻ ഇനി ഇല്ല, പഴയ മനുഷ്യൻ മാറ്റപ്പെട്ടു, പഴയ മനുഷ്യൻ അവിടെ മരിച്ചു, പുതിയ മനുഷ്യൻ ക്രിസ്തുവാണ് അവനിൽ ജീവിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ലൂക്കാ സുവിശേഷകൻ അപ്പസ്തോല പ്രവൃത്തി, അതായത് ചരിത്രം എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, സാവൂൾ എന്ന് മാനസാന്തരത്തിന് മുൻപുള്ള വ്യക്തിയെ കുറിച്ച് ഉപയോഗിക്കുകയും മാനസാന്തരത്തിന് ശേഷമുള്ള വ്യക്തിയെ ഉപയോഗിക്കുമ്പോൾ പൗലോസ് എന്ന് ഉപയോഗിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് എത്ര ശ്രേഷ്ഠനാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എത്ര ശ്രേഷ്ഠനാണ്. കാരണം പൗലോസിന്റെ ഹൃദയത്തിൽ ഇതാണുള്ളത്. ഗലാത്യ ലേഖനം 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. വീണ്ടും പറയാണ്, എൻ്റെ ഇപ്പോഴത്തെ ഐതിഹ്യ ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അതായത് ഇനി ഞാനില്ല, ഞാൻ മരിച്ചു, പഴയ വ്യക്തി മരണപ്പെട്ടു,
എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും പിറന്ന ജഡമായ പാപിയായ തിന്മ ചെയ്ത ലോകത്തിന്റെ മനുഷ്യനായ സാവൂൾ എന്ന വ്യക്തി മരിച്ചു. ഇനി അവനില്ല, പകരം ആരാണുള്ളത്? ക്രിസ്തുവിൽ പുതുക്കം പ്രാപിച്ച് പുനർജീവിച്ച് ഉദ്ധാനം ചെയ്ത് ക്രിസ്തുവിനോടുകൂടെ ഐക്യപ്പെട്ട് ജീവിക്കുന്ന പൗലോസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പസ്തോലന്റെ വിശ്വാസം. ഇതിനെക്കുറിച്ച് കൊളോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 3-ാം വാക്യം നമ്മളോട് പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ കൊളോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 3-ാം വാക്യം എന്നാണ്. അതായത് കൊളോസ്യ 1:27-29 അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വായിച്ചു. അതിൻ്റെ ആ രഹസ്യത്തെക്കുറിച്ചും ക്രിസ്തു നമ്മളിൽ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ വായിച്ചിട്ട് 3:3 വരുമ്പോൾ കൊളോസ്യയിലെ സഭയോട് വീണ്ടും വ്യക്തതയോടെ അപ്പസ്തോലൻ പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് വായിക്കാം. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. അവിടെ അപ്പസ്തോലൻ പറയുക, മക്കളെ, എടാ ഞാൻ മാത്രമല്ല മരിച്ച കേട്ടോ, മരിച്ച കുറച്ച് പേരും കൂടി ഉണ്ട് എൻ്റെ കൂടെ. അതായത് നമ്മൾ ഇത്ര നേരം വായിക്കുമ്പോൾ പഴയ സാവൂള് മരിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞ് ഞാൻ മരിച്ചു, ക്രിസ്തുവാണെങ്കിൽ ഞാൻ മരിച്ചു എന്നുള്ളതാണ്. പക്ഷേ കൊളോസിയിലെ വിശുദ്ധരായ വിശ്വാസികളോട് പറയുകയാണ്, എന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങൾ മരിച്ചു, ക്രിസ്തുവിൽ നിങ്ങൾ മരണപ്പെട്ടു, ഇനി നിങ്ങളില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിൽ നിങ്ങൾ മൃതരായി, നിങ്ങൾ ഇനി ജീവിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ നിഗൂഢമായി. എവിടെ? ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഇത് ഏത് പ്രസന്റ് ടെൻസിലാണ് പറയുന്നത് അല്ലേ? എന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങൾ മരിക്കും. വിശ്വാസികളെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം മരിക്കും. അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിദ്രയിൽ പോയി കിടന്ന് ഉറങ്ങും. അത് കഴിയുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും വെളി വെക്കുമ്പോൾ നിങ്ങൾ വരും എന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. റൈറ്റ് നൗ, ഇപ്പോഴേ നിങ്ങൾ മരിച്ചിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോഴേ ക്രിസ്തുവിലാണെന്ന് വിശ്വാസികളോട് പറയാം, നിങ്ങൾ ഇപ്പോഴേ ക്രിസ്തുവിലാണ്. അപ്പോൾ നമ്മൾ പല കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മളില്ല, നമ്മൾ മരിച്ചു. രണ്ട്, നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രതീക്ഷ, ഞാൻ മരിച്ചാൽ ഞാൻ ആ നിമിഷം ദൈവരാജ്യത്തിലായിരിക്കും. കാരണം അത് എൻ്റെ യോഗ്യതയല്ല, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിതനായി, ഞാൻ അവനിൽ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ മഹത്വമല്ല, ഞാൻ ചെയ്ത എന്തെങ്കിലും വേലയല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടല്ല, എൻ്റെ വിശ്വാസത്താൽ ദൈവം പറഞ്ഞ നിത്യജീവൻ എന്ന അനുഗ്രഹത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. വിശ്വാസത്താൽ. അങ്ങനെ ക്രിസ്തുവിൽ ഞാൻ ആയിരിക്കും. ഇപ്പോഴേ ഒരു വിശ്വാസി ക്രിസ്തുവിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു എന്നുകൂടെ അപ്പസ്തോലൻ പറഞ്ഞു വെക്കുക. ഒറ്റ വാക്യം കൂടി വായിച്ച് നമ്മൾ ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 18-ാം വാക്യം. അതായത് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ഇവിടെ അപ്പസ്തോലൻ പറയുകയാണ്, നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു, നമ്മളിൽ ജീവിക്കുന്ന ക്രിസ്തു, നമ്മളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തു, നമ്മളെ ശക്തിയാൽ പ്രവർത്തിപ്പിക്കുന്ന ക്രിസ്തു, നമ്മളെ മുന്നോട്ട് നടത്തുന്ന ക്രിസ്തു, ഇതെല്ലാം യേശുവാണെന്നും എൻ്റെ ഉള്ളിൽ ക്രിസ്തുവാണെന്നും ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് അവസാനം പറയുകയാണ്, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അതായത് നിൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, ആ സ്നേഹത്തിൻ്റെ നീളം, അതിൻ്റെ വീതി, അതിൻ്റെ ഉയരം, അതിൻ്റെ ആഴം ഗ്രഹിപ്പാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. എൻ്റെ പ്രാർത്ഥന ഇത് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ, മറ്റെല്ലാത്തിനെയും നമുക്ക് മറക്കാം. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ, ഞാൻ യേശുവിനെ രക്ഷകനും നാഥനും വിമോചകനും രാജാവുമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ക്രിസ്തീയ വ്യക്തിയാണെങ്കിൽ, യേശുവാണ് എൻ്റെ പ്രത്യാശയെങ്കിൽ, യേശുവിലാണ്, അവൻ്റെ ക്രൂശിലാണ് എനിക്ക് അഭിമാനമെങ്കിൽ, നമുക്കിങ്ങനെ പറയാം, യേശുവേ, നിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കുന്ന, ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും അവിടുന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന, ഞാൻ മരിച്ച് എൻ്റെ ക്രിസ്തു എന്നിൽ പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ദൈവം എന്നോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും അതിൻ്റെ ഉയരവും അളക്കുവാൻ ദൈവം നമുക്ക് ഒരു ബോധ്യം നൽകാൻ ആഗ്രഹിക്കുക. എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ സ്നേഹം നമുക്ക് ഒരിക്കലും ഒരു തരത്തിലും ഒരു അതിർവരമ്പ് നമുക്ക് വെക്കാൻ പറ്റത്തില്ല.
യാതൊരു അതിർവരമ്പും വെച്ച് നമുക്കതിനെ അളക്കാനോ അതിൻ്റെ ആഴത്തെ മനസ്സിലാക്കാനോ അതിൻ്റെ നീളത്തെയോ വീതിയെയോ അതിൻ്റെ ഉയരത്തെയോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. കാരണം അത് അത്രത്തോളം പരന്നു കിടക്കുന്നതാ. അതുകൊണ്ട് പറയുന്നേ, അതിൻ്റെ ആഴത്തെ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന്, നിങ്ങൾക്കത് മനസ്സിലാകട്ടെ എന്ന്. നിന്റെ ഉള്ളിൽ എത്രത്തോളം ക്രിസ്തുവുണ്ടോ, എത്രത്തോളം വചനമുണ്ടോ, ആ വചനം എത്രത്തോളം ആഴത്തിൽ പ്രവേശിക്കുന്നുവോ, അപ്പോൾ പൗലോസിനെ പോലെ നമുക്ക് പറയാൻ സാധിക്കും, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും. ഇത് വെറും ഒരു വാക്കല്ല, ഇത് വെറും ഒരു വാക്കായിട്ടല്ല കൂട്ടേണ്ടത്. അതായത് എൻ്റെ ഒരു പ്രതിജ്ഞയാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല സൈന്യത്തിൽ ചേരുമ്പോഴും അവരെ കൊണ്ട് ചില പ്രതിജ്ഞ ഏൽപ്പിക്കും. പലപ്പോഴും ഈ സൈനിക സേവനത്തിന് പോകുന്ന പ്രത്യേകിച്ച് ചില കൂട്ടങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു വിഷയമാണ്. 12 പേരുള്ളൊരു കൂട്ടം, അവരെവിടേക്ക് സ്ഥലം മാറ്റിയാലും ആ 12 പേര് ഒരുമിച്ചാണ് മാറ്റാറുള്ളത്. അതൊരു പ്രത്യേകതരം വിങ്ങ. ഇത് തന്നെ റോമൻ സൈന്യത്തിലുണ്ടായിരുന്നു ഒരു വലിയ സമൂഹം. അതായത് അവരിൽ ഒരുവൻ മരണപ്പെട്ടാലും അവർക്കൊരു പ്രശ്നമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറഞ്ഞൊരു പ്രശ്നമേ അല്ല. മരിച്ചാലും വിജയിക്കണം, ഇത് മാത്രമാണ് അവരുടെ പ്രത്യാശ. ഇങ്ങനെ മരിക്കുന്ന ഒരു കൂട്ടം റോമൻ സൈന്യത്തിലുണ്ടായിരുന്നു. 16 പേരടങ്ങുന്ന ഒരു സൈനിക വ്യൂഹത്തെക്കുറിച്ച്, റോമൻ സൈനിക വ്യൂഹത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 4 പേരടങ്ങുന്ന 4 കൂട്ടമായി തിരിയുന്ന 16 പേരടങ്ങുന്ന അപ്പസ്തോലന്മാർക്ക് കാവൽ നിന്നത് അവരാണെന്ന് അപ്പസ്തോല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് പരിശോധിക്കുമ്പോൾ ഇന്നും ഇന്നത്തെ ഈ മോഡേൺ ലോകത്തും വേൾഡിലും ഇങ്ങനത്തെ കൂട്ടങ്ങളുണ്ട്. അതായത് ചില ഓപ്പറേഷന് പോകുമ്പോൾ അവരിൽ ഒരാൾ മരണപ്പെട്ടാൽ മറ്റൊന്നും നോക്കാതെ വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില സൈന്യത്തെക്കുറിച്ച് ഇന്നത്തെ ഭൗതിക ലോകത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ സൈന്യത്തിന് യുദ്ധമല്ല, ലോകത്തോടുള്ള ആയുധങ്ങളിലല്ല, മരണം നേട്ടമായി കരുതുന്ന, ക്രിസ്തുവിനെ പ്രഘോഷിച്ചാലും ജീവിക്കുമ്പോഴും എൻ്റെ യേശുവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങിത്തിരിച്ച ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്. സുവിശേഷം ഹൃദയത്തിൽ ചേർത്ത് വെച്ച, ക്രിസ്തുവിൽ പുതുജീവൻ പ്രാപിച്ച് ഞാൻ ഒരിക്കൽ മരണപ്പെട്ടു, ഇനി നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊല്ലാൻ പറ്റത്തില്ല. അതാ യേശു പറഞ്ഞ്, ശരീരത്തെ കൊല്ലാൻ ശ്രമിക്കുകയും കൊല്ലാൻ കഴിയുകയും എന്നാൽ ആത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ നിങ്ങൾ ഭയപ്പെടണ്ട, അവനെ നിങ്ങൾ പേടിക്കണ്ട. പകരം നിങ്ങൾ ആരെ ഭയപ്പെടുവിൻ? ശരീരത്തെയും ആത്മാവിനെയും കൊന്ന് നിത്യ നരകാഗ്നിയിൽ തള്ളാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. നിങ്ങൾ ആരെ ഭയപ്പെടണ്ട. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലജ്ജിക്കേണ്ട. നമുക്ക് ധൈര്യമായിട്ട് പറയാം. എത്ര പേർക്ക് ധൈര്യമുണ്ട് വിഗ്രഹാരാധിക്ക് സ്വർഗരാജ്യം പ്രവേശിക്കത്തില്ല എന്ന്? എത്ര പേർക്ക് എഴുതാൻ ധൈര്യമുണ്ട്? ചുമരിൽ എഴുതിയവനെ മായിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് നമ്മൾ വിചാരിക്കരുത്, ഇന്ന് ഏതെങ്കിലും ഒരുവന്റെ ഭവനത്തിന്റെ മുമ്പിൽ എഴുതിയത് മായിപ്പിച്ചത്, ഓ അത് അവിടെയല്ലേ, നമുക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇതൊരു തുടക്കം മാത്രമാണ്. നാളെ നിന്റെ ഭവനത്തിലും കയറി വരും. നാളെ ധ്യാന കേന്ദ്രങ്ങളിൽ, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ, നടക്കുന്ന പ്രെയർ ഹാളിൽ, സകലയിടത്തും കയറി വന്ന് ഇത് പ്രഘോഷിക്കാൻ പാടില്ല, ഇത് ശരിയല്ല എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലേക്ക് പോകാൻ വലിയ താമസമില്ല. കാരണം യേശു പറഞ്ഞു, അവൻ്റെ വരവ് അടുക്കുമ്പോൾ ലോകം മുഴുവൻ നിന്നെ എതിർക്കും, മനുഷ്യനെതിരെ തിരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ലോകം നമ്മളെ ദൂഷിച്ചാലും, ലോകം നമ്മളെ കൊന്നാലും നമുക്ക് പറയാൻ പറ്റണം, മരണം നേട്ടമാ, എനിക്ക് ജീവിതം ക്രിസ്തുവാ എന്ന് പറയുവാൻ പറ്റണം. അങ്ങനെ പറയാൻ സാധിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തുവിലാണ്, എനിക്ക് അഭിമാനിക്കാം. ക്രിസ്തീയ നാമധാരിയല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാം.